ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇതാ എൻ്റെ അപ്പുച്ചേട്ടന് പോകണ്ട. അപ്പോൾ അപ്പുച്ചേട്ടനും ഞാനും കൂടെയാണ് ഇന്നത്തെ പരിപാടികളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പുച്ചേട്ടൻ ക്ലീനിങ്ങും ഞാൻ കുക്കിങ്ങും. അപ്പോൾ രാവിലെ തന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ്. രാവിലെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, എണീറ്റപ്പോൾ ഇച്ചിരി ലേറ്റായി. ഇന്ന് അത്യാവശ്യം നമുക്ക് ബിസി ഡേ ആണ്, കാരണം നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് പോകണം, പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഗോതമ്പ് ദോശയ്ക്കുള്ള മാവൊക്കെ ഞാൻ കലക്കി റെഡിയാക്കി സെറ്റ് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ദോശ ചുടാം ഗൈസ്. യൂഷ്വലി ഞാൻ നാട്ടിലുള്ള സൺഡേസ് ഞാൻ രാവിലെ കാണാറില്ല. കല്യാണത്തിന് മുമ്പേ ഉള്ള സൺഡേസ് കേട്ടോ. പിന്നെ കല്യാണത്തിന് ശേഷം അധികം നാട്ടിൽ നിൽക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് ദോശ സെറ്റപ്പ് ചെയ്തു, മുട്ട വേവിക്കാൻ വെച്ചു, ഇതാ പാലും കാച്ചാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിതാ ഒരുമിച്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു മുമ്പേ ഞാൻ എന്നെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരു ബാക്ക് സ്കോർ മ്യൂസിക് ഇട്ട് സ്വന്തമായിട്ട് പാട്ടുപാടാണ്. എന്നിട്ട് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി കഴിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് നമ്മൾ ഷടപ്പണീന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. നമ്മൾ 10 മണിക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് 12:30 മൂവിയാണ്. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായി ഒരൊറ്റ പോക്കായിരുന്നു കേട്ടോ തിയേറ്ററിലോട്ട്. നാട്ടിലാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾ തിയേറ്ററിലെത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്പൈഡർമാൻ കാണാനാണ് പോയത്. ഞാൻ ഭയങ്കര മാർവൽ ഫാനൊന്നുമില്ല, എനിക്കതിനെക്കുറിച്ച് വലിയ അറിവുമില്ല. പിന്നെ അപ്പു പറഞ്ഞു പോകണം, ഇത് കാണണമെന്ന്. സോ ഞാൻ അപ്പുവിനൊരു കൂട്ടിന് വേണ്ടി ഞാനും പോയ കേട്ടോ. എനിക്ക് അപ്പു ഏകദേശം പറഞ്ഞു തന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. ആ ഐഡിയയിലാണ് ഞാൻ അവിടെ ചെന്നിരുന്നത്. കുറച്ചൊക്കെ കാണുകയും ചെയ്തു കേട്ടോ. അങ്ങനെ എനിക്ക് വലിയ രീതിയിൽ സോറി ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ ഇടയ്ക്ക് വെച്ച് അറിയാതെ ഉറങ്ങിയും പോയി കേട്ടോ. അതെൻ്റെ തെറ്റാണോ എന്തോ, ഞാൻ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി ഇത് കണ്ട്. ഇതിൻ്റെ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്നും പറയരുത് കേട്ടോ. എന്നിട്ട് നമ്മളിത് ആ സിനിമയൊക്കെ കണ്ട് ഇറങ്ങിയിട്ട് അപ്പൂനും വലിയ രീതിയിൽ ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ കാവട് നടക്കുകയാണ്. അങ്ങനെ കാവടിൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ഫലൂഡ കട കണ്ടപ്പോഴത്തേക്ക് അവിടെ നിർത്തി. ഫലൂഡ കടയല്ല, ഫലൂഡ വണ്ടി. ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെ ഇറങ്ങിയാലും ഇതുപോലെയാണ്. ഞാനും അപ്പോൾ വിചാരിച്ചു നമ്മുടെ നാട്ടിലും ഇതുപോലെ ഫലൂഡയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ കൊണ്ടിട്ടിരുന്നെങ്കിൽ രസം ഉണ്ടായിരുന്നു ഇതിനേന്ന്. കാരണം അത്യാവശ്യം നമുക്ക് ചൂടത്തൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ദാഹിക്കുകയാണെങ്കിൽ കുടിക്കുകയും ചെയ്യാം. വലിയ വിലയും ഇല്ല. ഇതെന്തോ 50 രൂപ എന്തോ ഉള്ളൂ ഫലൂഡ. പക്ഷേ നമ്മൾ കൊടുക്കുന്ന മണിക്ക് വെർത്തായിരുന്നേ. അടിപൊളിയായിരുന്നു ഫലൂഡ. അതുപോലെ ബദാം മിൽക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തൊട്ട് ഓപ്പോസിറ്റ് സ്റ്റുഡിയോയിൽ സെയിലും കൂടെ നടക്കുകയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസൊക്കെ ഒന്ന് കാണാം. എന്തായാലും ഇറങ്ങി ഇതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളത് സ്റ്റുഡിയോയിലും കയറി കേട്ടോ. എനിക്ക് വലിയ രീതിയിൽ കളക്ഷൻസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ നാട്ടിലെ കളക്ഷൻസ് തന്നെ കൊള്ളാം. അപ്പൂന് ഇവിടെ നിന്നൊരു ചെരുപ്പ് വാങ്ങിച്ചു, വേറൊന്നും വാങ്ങിച്ചില്ല. എന്നിട്ട് നമ്മളിതാ നേരെ മാർക്കറ്റിലോട്ടാണ് പോയത്. നമുക്ക് കുറച്ച് പച്ചക്കറികൾ ആൻഡ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഉത്തമയായ ഒരു കുടുംബസ്ഥനുമാണല്ലോ നമ്മളിപ്പോൾ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് നിങ്ങൾ കുടുംബസ്ഥൻ്റെ ചോദ്യങ്ങൾ കേൾക്കുക. വെളുത്തുള്ളി, സവാള, കുടുംബസ്ഥൻ്റെ ഓരോരോ ഉത്തരവാദിത്വങ്ങൾ ഇല്ല, ഇനി പിന്നീട് പറ. ശരിക്കും കുടുംബസ്ഥനെ കാണിച്ചു തരാം. ഇത് ഞാൻ ഇടും കേട്ടല്ല. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തളർന്ന് ഞങ്ങൾ നേരെ വന്ന് ഉച്ചത്തെ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് ഇതാ കുളിച്ച് റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്കും അപ്പുച്ചേട്ടൻ ഡ്യൂട്ടിക്കൊക്കെ പോയി കേട്ടോ. എന്നിട്ട് ഞാൻ ചെന്നതാ നേരെ വിളക്കൊക്കെ ഒന്ന് കത്തിച്ചു, പ്രാർത്ഥിച്ചു കുറച്ച് നേരം, നല്ല കുട്ടിയായി. എന്നിട്ട് ഞാൻ ഇവിടുത്തെ മന്ദിറിലോട്ടാണ് കേട്ടോ പോയത്. ഇവിടുത്തെ മന്ദിറിലും പോവാം, അതുപോലെ നമുക്കൊരു ഈവനിങ് വാക്കും ആവും. ചില ദിവസങ്ങളിൽ പോകത്തില്ല, ചില ദിവസം ഈവനിങ് വാക്കിന് മാത്രമായിട്ട് പോകും കേട്ടോ. ഇതാണ് ഇവിടുത്തെ മന്ദിർ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ആക്ച്വലി ഇവർ പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് ഇവർക്കും മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇത് അനയ ബേബിയുടെ അമ്മയാണ്. അനയ ബേബിയുടെ അമ്മ എനിക്ക് സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കി തന്നെയാണ്. ആക്ച്വലി എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഒരു സ്വീറ്റ് ഞാൻ ചോദിച്ചപ്പോൾ ഹൽവ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഹൽവ പോലെയൊന്നും അല്ല കേട്ടോ ഇരുന്നത്. എനിക്കൊന്ന് കടലമാവിൽ എന്തോ ഉണ്ടാക്കിയൊരു സ്വീറ്റാണ്. ഇതാണ് നമ്മുടെ അനയ ബേബി. ഇവളെ കാണാനാണ് മെയിനായിട്ട് ഞാൻ പോകുന്നത്. ഇവളെ എടുത്തുകൊണ്ട് നടക്കും, കളിപ്പിക്കും, കൊഞ്ചിക്കും, അങ്ങനെയൊക്കെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് അനയ ബേബിയുടെ അമ്മ എനിക്കിതുണ്ടാക്കി തരുന്നത്. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാവം, എനിക്ക് കൊച്ചിന് കൊടുക്കാൻ പറ്റിയില്ല. കൊച്ചിന് 6 മാസം ആയില്ല കേട്ടോ. ഞാനൊരു ദുഷ്ടത്തി ആയതുകൊണ്ടല്ല, കൊച്ചിന് 6 മാസം ആയതുകൊണ്ട് കൊടുത്തില്ല നമ്മൾ. പിന്നെ അതൊക്കെ കഴിച്ച് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ അനയ ബേബീൻ്റെ കൂടെ കുറച്ച് കളിച്ചു. പിള്ളേർ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ എവിടെ പിള്ളേർ കണ്ടാലും ഞാൻ പോയി കളി.
അങ്ങനെ കുറച്ച് നേരം അവിടെ കത്തിയൊക്കെ വെച്ച് അനേൻ്റെ കൂടെയൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പുച്ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നു. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി പോയി. ഇവിടെ ഇപ്പോൾ ഈ കാവൻ്റെ ഉത്സവം നടക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ കണ്ടോ, ഇതുപോലെ ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ ഒരു ഷോർട്സ് ഇട്ടിരുന്നു. ഇതുപോലെ പല പല രൂപങ്ങൾ വരും, ഫ്ലോട്ട് വരും, നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. റോഡിലൊക്കെ ഭയങ്കര റഷായിരുന്നു. നമ്മൾ കഴിഞ്ഞ വട്ടം പോയപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു, ഇത്തവണ ഭയങ്കര റഷായിരുന്നു. അപ്പം അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.